إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والعصال ولا تكن من الغافلين صدق الله العظيم أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുടനീളം അവനെ സൂക്ഷിക്കുവാനും അവനനുസരിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ നമസ്കാരത്തിന് ശേഷമൊക്കെയുള്ള ദിക്റുകൾ അതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ചൊല്ലണം, അല്ലാഹു അക്ബർ എന്നുള്ളത് 33 പ്രാവശ്യം ചൊല്ലണം. ഇതെന്തിനാണ് എന്ന് ഒരാൾ പണ്ഡിതനോട് ചോദിച്ചു. അപ്പോൾ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് വിരസതയുണ്ടാക്കും, മടുപ്പുണ്ടാക്കും എന്നാണ് ചോദ്യകർത്താവ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആ പണ്ഡിതൻ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ അടക്കം ജീവിതത്തിലുടനീളം നമ്മൾ ചൊല്ലേണ്ട പല ദിക്റുകളും ആവർത്തിച്ച് പറയണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, ഒരു ദിക്ർ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. നമസ്കാരത്തിന് ശേഷം ഒരു വ്യക്തി സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 33 പ്രാവശ്യം പറയുമ്പോൾ അവൻ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചാണ്. ഈ ഭൂമിയെക്കുറിച്ച്, ഭൂമിയിലെ മനോഹരമായ മലനിരകളെപ്പറ്റി, വൃക്ഷങ്ങളെപ്പറ്റി, അരുവികളെപ്പറ്റി, പക്ഷികളെപ്പറ്റി, മൃഗങ്ങളെപ്പറ്റി, എത്രയോ മനോഹരമായ സൃഷ്ടി വൈഭവമാണ് അള്ളാഹു ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് പറയുന്ന സമയത്ത് ഇതൊക്കെയും ഓർക്കണം. അങ്ങനെ ഇതൊക്കെയും ഓർത്തുകൊണ്ടൊരു വ്യക്തി നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിന്റെ വലുപ്പം അത് സ്ഥാപിക്കപ്പെടുകയാണ്. അള്ളാഹു ആരാണെന്ന് ആ വ്യക്തി 5 നേരവും ഓർക്കുകയാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ ഓർക്കുകയാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി. ഈ പ്രപഞ്ചത്തിന്റെ പച്ചപ്പ് കാണാൻ, ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിത കാണാൻ അള്ളാഹു നമുക്ക് കണ്ണുകൾ നൽകി. എത്രയോ മനുഷ്യർ സ്വന്തം ഉമ്മയുടെ മുഖം പോലും കാണാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനോഹരമായ കണ്ണുകൾ നൽകി. ആ കണ്ണിലൂടെ നമ്മൾ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാതുകൾ നൽകി. ആ കാതുകളിലൂടെ നമ്മൾ മനോഹരമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുമായിട്ട് അടുക്കുകയാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ആ മനുഷ്യന്റെ മനസ്സിൽ ഉറക്കുകയാണ്. അള്ളാഹു അക്ബർ പറയുമ്പോൾ
ഈ ലോകത്ത് എത്ര വലിയ ശക്തികൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നാലും, ഞങ്ങൾ ആരൊക്കെ ഭയപ്പെടുത്തിയാലും, ഞങ്ങൾ ആരൊക്കെ പേടിപ്പിച്ചാലും, അതിനെല്ലാത്തിനും മുകളിലാണ് എൻ്റെ അള്ളാഹു എന്ന ചിന്ത 5 നേരവും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങുകയാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് വലുത്. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ കാണുന്ന വലിയ വീടുകൾ, വലിയ വാഹനങ്ങൾ, ഇതൊന്നുമല്ല വലുത്, എൻ്റെ റബ്ബാണ് എനിക്ക് വലുത് എന്ന് ഒരു വിശ്വാസി 5 നേരവും അവന്റെ ഹൃദയത്തിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകൾ ആവർത്തിച്ച് പറയണമെന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്തായ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ദിക്ർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. സത്യത്തിൽ ദിക്റിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും ലളിതമായതും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതുമായ കർമ്മമാണ്, ഇബാദത്താണ് ദിക്ർ എന്ന് പറയുന്നത്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദ്കുർ, മനുഷ്യരെ നിങ്ങൾ റബ്ബക, നിങ്ങളുടെ രക്ഷിതാവിനെ ഓർക്കിൻ, തദറുഅൻ വഖീഫതൻ, വിനയത്തോടുകൂടി, വദ്കുർ റബ്ബക ഫീ നഫ്സിക, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹുവിനെ ഓർക്കിൻ, തദറുഅൻ വഖീഫതൻ, വളരെ വിനയത്തോടുകൂടി, വളരെ ഭയത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കിൻ, വദൂനൽ ജഹരി മിനൽ ഖൗൽ, വലിയ ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ദിക്ർ സമ്മേളനങ്ങളുടെയൊന്നും ആവശ്യമില്ല, രഹസ്യമായി ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കിൻ, വദൂനൽ ജഹരി മിനൽ ഖൗൽ, വളരെ രഹസ്യമായി, ആരും കാണാതെ, ബഹളങ്ങൾ ഉണ്ടാക്കാതെ നിശബ്ദമായി അള്ളാഹുവിനെ ഓർക്കിൻ, ബിൽ ഉദുവി വൽ ആസ്വാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കിൻ, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ ഒരു സംഘത്തോട് പോരടിക്കുകയാണ്, ഒരു സംഘത്തെ നേരിടുകയാണ്, ആ സന്ദർഭത്തിൽ ഫസ്ബുതു, നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ സംഘത്തിന്റെ വലിപ്പം കണ്ട്, അവരുടെ ആയുധ ശേഖരണം കണ്ട്, അല്ലെങ്കിൽ അവരുടെ അധികാര ബലം കണ്ട് ഒരിക്കലും പിന്നോട്ട് മാറരുത്, ഉറച്ചു നിൽക്കണം. ഫസ്ബുതു. രണ്ടാമതായിട്ട് അല്ലാഹു പറയുന്നു, വദ്കുറുല്ലാഹ കസീറ, വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ധാരാളമായിട്ട് ദിക്ർ ചൊല്ലണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസികൾക്ക് ഏറ്റവും വലിയ കരുത്താണ് ദിക്ർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യ തലസ്ഥാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മറ്റെല്ലാ പ്രതിഷേധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രതിഷേധ രീതിയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രകോപനങ്ങളില്ലാതെ, വളരെ സമാധാനപരമായി, അതുപോലെ തന്നെ ഗൗരവമില്ലാതെ. ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗൗരവമില്ല. കുട്ടികൾ പാടുകയാണ്, കളിക്കുകയാണ്, ചിരിക്കുകയാണ്, തമാശയിലൂടെയാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പാട്ടിലൂടെയും കളിയിലൂടെയും കിട്ടുന്ന ഊർജം, അത് നമുക്കൊരു വിശ്വാസിക്ക് ദിക്റിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. അവ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ പ്രഭാഷകന്മാർ കൂടുതലാണ്, അറിവ് പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ കൂടുതലാണ്. അറിവിന്റെ കുറവ് ഇന്ന് എവിടെയില്ല, പക്ഷേ കർമ്മങ്ങൾക്കാണ് കുറവ്. ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. നബി തങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, അറിവുള്ള ആളുകൾ കൂടും, ഇബാദത്ത് ചെയ്യുന്നവർ, കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ കുറയുമെന്നുള്ളത്. ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രസംഗിക്കാൻ, ക്ലാസ് എടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെയും നമ്മൾ ഈ ദിക്ർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് നമ്മുടെ കൂടെ കൂട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഹൃദയശാന്തി ലഭിക്കുമെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ദിക്ർ നിരന്തരമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ അവന് ഹൃദയശാന്തി ലഭിക്കും, സമാധാനം കിട്ടും. സമാധാനത്തിന് വേണ്ടിയാണ് മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയും പണിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ സമാധാനം കിട്ടണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ, മനുഷ്യരെ നിങ്ങൾ അറിയുക, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്ർ കൊണ്ടാണ് ഹൃദയം ശാന്തിയാവുകയുള്ളൂ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ കോടാനുകോടി രൂപ സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ശാന്തി കിട്ടൂല, നിങ്ങൾ മനോഹരമായ വീട്ടിൽ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് ശാന്തി കിട്ടൂല. നിങ്ങൾക്ക് ശാന്തി വേണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്ർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ദിക്ർ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഹൃദയശാന്തി ലഭിക്കും, സമാധാനം കിട്ടും. രണ്ടാമതായിട്ട് അള്ളാഹു പറയുന്നു, ദിക്ർ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഓർക്കും എന്നുള്ളതാണ്.
ദിക്ർ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഓർക്കും. അള്ളാഹു പറയുന്നു ഫദ്കുറൂനി അദ്കുറുക്കും, മനുഷ്യരെ നിങ്ങൾ എന്നെ ഓർക്കിൻ, ഞാൻ നിങ്ങളെ ഓർക്കാം. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുകയാണ് ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കിൻ, ഞാൻ നിങ്ങളെ ഓർക്കാം. ഹദീസിൽ വരുന്നുണ്ട്, ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്താൽ ആകാശത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ നമ്മളെ ഓർക്കുമെന്നാണ്. നമ്മളിൽ ഒരാൾ ഈ ദുനിയാവിൽ വെച്ചൊരു ദിക്ർ പറഞ്ഞാൽ നമ്മളെ പറ്റി അള്ളാഹു മലക്കുകൾക്കിടയിൽ സംസാരിക്കുമെന്നാണ്. ഫദ്കുറൂനി അദ്കുറുക്കും, മനുഷ്യരെ നിങ്ങൾ എന്നെ ഓർക്കിൻ, ഞാൻ നിങ്ങളെ ഓർക്കാം എന്ന് അള്ളാഹു പറയുന്നു. മൂന്നാമതായിട്ട് ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ജീവനുള്ള ഹൃദയം ലഭിക്കും. ജീവനുള്ള ഹൃദയം, ചത്ത ഹൃദയമല്ല, ഒന്നും ചെയ്യാൻ തോന്നാത്ത, എപ്പോഴും മടുപ്പ് തോന്നുന്ന, അലസത തോന്നുന്ന ഹൃദയം മാറി എന്തും ചെയ്യാൻ കഴിയുന്ന സന്തോഷമുള്ള ഒരു നല്ല ഹൃദയം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു. സമൂഹത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ്, രണ്ട് അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകളാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ ഉദാഹരണം മസലുൽ ഹയ്യി, ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകളുടെ ഉദാഹരണം മസലുൽ ഹയ്യി വൽ മയ്യിത്തി, മരണപ്പെട്ടവരെ പോലെയാണ്, ജീവച്ഛവം പോലെയാണ്. അവരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല, അവർക്കൊന്നും ചെയ്യാൻ തോന്നൂല. എപ്പോഴും മനസ്സിന് പ്രയാസമായിരിക്കും, ടെൻഷനായിരിക്കും, വിഷമമായിരിക്കും, നാളത്തെ കുറിച്ചുള്ള ആലോചനയിലായിരിക്കും അവർ. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഹൃദയമാണ് എങ്കിൽ അവർക്ക് സമാധാനമായിരിക്കും, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാകും, അവർക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിക്ർ എന്നുള്ള സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. കഴിയുമ്പോഴൊക്കെ നമ്മൾ ദിക്റുകൾ ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹത്വങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തും കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, മൻ ഖാല, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഫീ യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം പറഞ്ഞാൽ ഹുദ്ദത് ഖതായാഹു, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് കടലിലെ തിരമാലകൾക്ക് സമാനമാണെങ്കിലും ശരി, അവൻ എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ഒരു ദിവസം 100 പ്രാവശ്യം വെറും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം പറഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ് നബി തങ്ങൾ പറയുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, ആരെങ്കിലും ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ, ആയത്തുൽ കുർസി അറിയാത്ത ആരും ഉണ്ടാവുകയില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്ത്, ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഓതിയാൽ നബി തങ്ങൾ പറയുന്നു, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത, അവനെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം അത് മരണം മാത്രമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കടക്കും എന്നുള്ളതാണ്. എത്ര വലിയ മഹത്വമാണ്! 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ മരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ് എന്ന്. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക എന്ന് തുടങ്ങുന്ന ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഫമാത മിൻ യൗമിഹി, ഒരാൾ രാവിലെ ഈ ദിക്ർ ചൊല്ലി ആ ദിവസം അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ തീർച്ചയായും സ്വർഗത്തിൽ കടക്കുമെന്നാണ്. ഇനി വമൻ ഖാലഹ മിനൽ ലൈലി, രാത്രിയിൽ ആരെങ്കിലും ആ ദിക്ർ പറഞ്ഞാൽ എന്നിട്ട് ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ കടക്കുമെന്നാണ്. എത്ര വലിയ ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ലളിതമായ ഒരു ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇത് രാവിലെ ഒരാൾ ചൊല്ലി അന്ന് മരണപ്പെട്ടാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക്. രാത്രി വൈകുന്നേരം ഒരാൾ ചൊല്ലി ആ രാത്രിയിൽ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് എന്നുള്ളതാണ്. നമ്മളിത് നിരന്തരമാക്കണം, നിത്യമാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി എടുക്കണം. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്താൻ
ഖഫീഫത്താൻ, വളരെ ലളിതമായ രണ്ട് വാക്കുകളുണ്ട്. കലിമത്താനി ഖഫീഫത്താൻ, ലളിതമായ രണ്ട് വാക്കുകളുണ്ട്. സഖീലത്താനി ഫിൽ മീസാൻ, ആ രണ്ട് വാക്കുകളുടെ പ്രത്യേകത അത് മീസാനിൽ കനം തൂങ്ങും എന്നുള്ളതാണ്. മീസാൻ നമുക്കറിയാം, നാളെ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾ തൂക്കുന്ന തുലാസാണ് മീസാൻ എന്ന് പറയുന്നത്. നന്മ കൂടുതൽ ആളുകൾക്ക് മീസാനിന്റെ വലത് തട്ട് തൂക്കം കൂടും, അവർ സ്വർഗത്തിലേക്ക് അടക്കും. തിന്മ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഇടത് തട്ട് കനം കൂടും, അവർ നരകത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും ഭാരമുള്ള രണ്ട് വാക്കുകളുണ്ട്. കലിമത്താനി ഖഫീഫത്താൻ, നാവിന് വളരെ ലളിതമായ രണ്ട് വാക്കുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, അത് മീസാനിൽ വളരെ കനം തൂങ്ങിയ വാക്കാണ്. ഹബീബത്താനി റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കാണ്. അപ്പൊ സ്വഹാബികൾക്ക് ആകാംക്ഷയായി, ഏതാണ് ഈ വാക്ക്? അത് കേട്ട ഉടനെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് താല്പര്യം സ്വഹാബാക്കളിൽ ഉണ്ടായി. നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. രണ്ട് വാക്കാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ലളിതമായ രണ്ട് വാക്ക്. നമ്മുടെ പള്ളിയിലേക്ക് സുബൈക്ക് ബാങ്ക് വിളിക്കാൻ വരുന്ന സമയത്ത്, ബാങ്ക് വിളിക്കാൻ വരുന്ന നിൽക്കുക, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, തഹജ്ജുദിന്റെ സമയം ബാങ്കിന് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരിക. അദ്ദേഹം വരുമ്പോൾ അവിടുന്ന് തന്നെ ശബ്ദം കേൾക്കാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഉറക്കെ പറയുന്നതായിട്ട് കേൾക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം ഇത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ലളിതമായ രണ്ട് വാക്ക്, പക്ഷേ മീസാനിൽ അതിശക്തമായ ഭാരമുള്ള രണ്ട് വാക്ക്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, കാനത്ത് ലഹു അദ്ല അശ്രി ദിഖാബിൻ, 10 അടിമകളെ വാങ്ങി വിറ്റ പ്രതിഫലം ലഭിക്കുമെന്നാണ്. 10 അടിമകളെ വാങ്ങി വിറ്റ പ്രതിഫലം ഒരു ദിവസം 100 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുമെന്നാണ്. സ്വഹിയായ ഹദീസ്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. മാത്രമല്ല നബി തങ്ങൾ പറയുന്നു, വകുതിബത്ത് ലഹു മിഅതു ഹസനത്തിൻ, 100 നന്മ അവന് എഴുതപ്പെടും എന്നുള്ളതാണ്. വമുഹിയത്ത് അൻഹു മിഅതു സയ്യിഅത്തിൻ, അവൻ ജീവിതത്തിൽ ചെയ്ത 100 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുമെന്നാണ്. ഒരൊറ്റ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ 10 അടിമകളെ മോചിപ്പിച്ച കൂലി, 100 തിന്മകൾ മായ്ക്കപ്പെടും, 100 നന്മകൾ എഴുതപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധാപൂർവം കൊണ്ടുവരേണ്ട ഒരു കർമ്മമാണ് ദിക്ർ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ദിക്ർ. ഒരാൾ രാവിലെ 10 പ്രാവശ്യം, രാവിലെ ഒരു 30 പ്രാവശ്യം ചൊല്ലി, ഉച്ചയ്ക്ക് ഒരു 30 പ്രാവശ്യം ചൊല്ലി, വൈകുന്നേരം ഒരു 30-40 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ 100 പ്രാവശ്യമായി. അതിലൂടെ അവനക്ക് എത്ര വലിയ ലാഭമാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിക്റുകളും അത് മറക്കാതെ അതിന്റെ മഹത്വം ഓർത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ നമുക്ക് ദുനിയാവിലും നാളെ പരലോകത്തും വലിയ പ്രതിഫലം അത് കാരണത്താൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ദുനിയാവിൽ നമുക്ക് മനസ്സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും, ടെൻഷന് മാറും, പ്രയാസങ്ങൾ മാറും, കുടുംബ പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ ഇതൊക്കെയും മാറും. നാളെ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ അത് കാരണത്താൽ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതം അത് ബോധപൂർവം അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുമായിട്ടുള്ള ബന്ധമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.